നെയ്യാറ്റിൻകരയിൽ മഹാത്മാഗാന്ധിയുടെ പൗത്രൻ തുഷാർ ഗാന്ധിയെ സംഘപരിവാർ പ്രവർത്തകർ തടഞ്ഞു എന്ന വാർത്ത വരുന്നു. രാജ്യത്തിന്റെ ആത്മാവിനെ ബാധിച്ച ക്യാൻസർ പടർത്തുന്നത് സംഘപരിവാറാണെന്ന പരാമർശത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം. ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് മടങ്ങുമ്പോഴാണ് സംഘപരിവാർ തുഷാർ ഗാന്ധിയെ തടഞ്ഞത്. ആഷിൻ ഡിയാഗോ ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആഷിൻ ഡിയാഗോ, എപ്പോഴായിരുന്നു സംഭവം? ഈ പ്രതിമ അനാച്ഛാദനം ചെയ്ത് മടങ്ങിപ്പോകുമ്പോൾ വഴിയിൽ തടയുകയായിരുന്നോ? അതിനുശേഷം പ്രതിഷേധിച്ചതിന് ശേഷം തുഷാർ ഗാന്ധിയെ അവിടെ നിന്നും മടക്കി അയച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ ആഷിൻ? അരുൺ, വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ളതാണ്. ഈ ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ വീട്ടിൽ വെച്ച ഒരു ചടങ്ങുണ്ടായിരുന്നു. അതായത് ഇദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങായിരുന്നു ഉണ്ടായിരുന്നത്. ഗാന്ധി മിത്ര മണ്ഡലമാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നതും. ഈ പരിപാടിയുടെ ഉദ്ഘാടനം, അതായത് പ്രതിമയുടെ അനാച്ഛാദനം കഴിഞ്ഞ് അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിരുന്നു. ഈ പ്രസംഗത്തിൽ RSSനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു തുഷാർ നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ഈ RSS പ്രവർത്തകർ ഇദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായി എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രസംഗം പൂർത്തിയാക്കി ഈ പരിപാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങാൻ നേരം ഒരു സംഘം സംഘപരിവാർ പ്രവർത്തകർ ഈ കാറ് തടയുകയും ഈ പരാമർശത്തിൽ മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ ഉണ്ടായിരുന്നത് രാജ്യത്തിന്റെ ആത്മാവിനെ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു, ഈ ക്യാൻസർ പടർത്തുന്നത് RSS ആണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഈ പരാമർശം അത് പിൻവലിക്കണം എന്നുള്ളതായിരുന്നു RSS പ്രവർത്തകരുടെ ആവശ്യം. പക്ഷേ ഈ ഗാന്ധി, അതായത് തുഷാർ ഗാന്ധി ഇത് പിൻവലിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല, ഗാന്ധിക്ക് ജയ് വിളിച്ചതിന് ശേഷമാണ് അദ്ദേഹം കാറിൽ കയറി ഇരിക്കുകയും ചെയ്തു. പിന്നീടാണ് പ്രവർത്തകർ അടക്കമുള്ളവരൊക്കെ അവിടേക്ക് എത്തി ഇദ്ദേഹത്തിന്റെ കാറ് മുന്നേക്ക് പോകാൻ ഇദ്ദേഹത്തെ അവിടെ നിന്ന് മോചിപ്പിച്ച് മുന്നോട്ട് പോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു പരാമർശം പിൻവലിക്കണം എന്നുള്ളതാണ് RSS പ്രവർത്തകരുടെ ആവശ്യം. കാരണം രാജ്യത്തിന്റെ ആത്മാവിന് ക്യാൻസർ ബാധിച്ചു, ആ ക്യാൻസർ പടർത്തുന്നത് RSS ആണ് എന്നുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത്. ഇതാണ് RSS പ്രവർത്തകരെ ചൊടിപ്പിച്ചതും. ഇതിൽ മാപ്പ് പറയണം എന്നുള്ള ആവശ്യമാണ് ഈ പ്രവർത്തകർ സ്റ്റേജിലേക്ക്, ഈ കാറിന് മുന്നിലേക്ക് ഓടിയെത്തി പ്രവർത്തകർ ആവശ്യപ്പെടുകയും ചെയ്തത് എന്നുള്ളതാണ്. നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയുകയാണ് തുഷാർ. കാരണം ഗാന്ധിജിക്ക് അദ്ദേഹം ജയ് വിളിച്ച ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയിട്ടുമുള്ളത്. അരുൺ. ഓക്കെ, ആഷിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്. നെയ്യാറ്റിൻകരയിൽ മഹാത്മാഗാന്ധിയുടെ പൗത്രനായ തുഷാർ ഗാന്ധിയെ തടഞ്ഞ സംഘപരിവാർ പ്രവർത്തകരുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇന്ന് വൈകുന്നേരം 5:00 സംഭവം. രാജ്യത്തിന്റെ ആത്മാവിനെ ബാധിച്ച ക്യാൻസർ പടർത്തുന്നത് സംഘപരിവാർ ആണ് എന്ന് തുഷാർ ഗാന്ധി പ്രസംഗമധ്യേ പരാമർശിച്ചിരുന്നു. ആ പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ സംഘപരിവാർ പ്രവർത്തകർ തുഷാർ ഗാന്ധിയെ വഴിയിൽ തടഞ്ഞത്. ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ സ്വന്തം വീട്ടിൽ, അദ്ദേഹത്തിന്റെ വീട്ടിൽ, ഗോപിനാഥൻ നായരുടെ വീട്ടിൽ അനാച്ഛാദനം ചെയ്ത് മടങ്ങുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് ആഷിൻ ഡിയാഗോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് പാകിസ്ഥാനിൽ ക്വയറ്റയിൽ തടഞ്ഞ ജഫാർ എക്സ്പ്രസ് മോചിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇപ്പോഴെത്തുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു ദൃശ്യം കൂടി നമ്മൾ കാണുന്നത് തുഷാർ ഗാന്ധിയുടെ വാഹനം തടഞ്ഞ സംഘപരിവാർ പ്രവർത്തകരുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആ വാഹനത്തിന് മുന്നിൽ കയറി നിന്നാണ് ഈ തുഷാർ ഗാന്ധിയുടെ വാഹനം സംഘപരിവാർ പ്രവർത്തകർ തടയുന്നത്. ഈ ഗാന്ധിയുടെ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് മടങ്ങുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. സംഘപരിവാർ പ്രവർത്തകർ തുഷാർ ഗാന്ധിയെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. വാഹനം തടഞ്ഞാണ് സംഘപരിവാർ പ്രവർത്തകർ ആ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. തുഷാർ ഗാന്ധി കാറിൽ തന്നെയാണ് ഇരുന്നത്. ബാക്കി പ്രവർത്തകരെ വഴിയിൽ സംഘപരിവാർ പ്രവർത്തകർ തടഞ്ഞ് 10-12ഓളം സംഘപരിവാർ പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. അവരാണ് തടഞ്ഞതും.